നെക്സ്റ്റ് ടോപ്പിക് DNA ഫിംഗർ പ്രിൻറ്റിങ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും കുറേ പേർക്ക് ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് ക്രൈം കേസിൽ നമ്മൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ വ്യക്തി അത് ചെയ്ത വ്യക്തിയെ ആ വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രിയാണ് ആ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് വെരി ക്വിക്ക് വേ ടു കമ്പയർ ദ DNA സീക്വൻസ് ഓഫ് എനി ടു ഇൻഡിവിജ്വൽ. ഇതിൻ്റെ എന്ന് പറയുന്നത് വാട്ട്സ് അഡ്വാൻറ്റേജ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്? ദറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ക്വിക്ക് വേ ടു കമ്പയർ ദ DNA സീക്വൻസ് ഓഫ് ടു ഇൻഡിവിജ്വൽ. രണ്ട് ഇൻഡിവിജ്വലിൻ്റെ DNA സീക്വൻസിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ദ DNA ഫ്രം എ സിംഗിൾ സെൽ ഈസ് എനഫ് ടു പെർഫോം DNA ഫിംഗർ. ഒരു സിംഗിൾ സെൽ മതി. അതായത് ഇപ്പം ഒരു റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വിധേയമായ വ്യക്തിയും അതിൽ നമുക്ക് അറിയില്ല നമ്മൾ സംശയിക്കപ്പെടുന്ന വ്യക്തി, ഈ രണ്ട് വ്യക്തികളുടെയും DNA തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ റേപ്പിന് വിധേയമായപ്പെട്ട കുട്ടിയില്ല ഒരു ഏത് വ്യക്തിയാണോ ചെയ്ത ആളുടെ ഒരു ചെറിയ ഒരു സെമൻ്ററിൽ ഒരു അംശം, അതല്ലെങ്കിൽ ഒരു മുടിയുടെ ഒരു അറ്റം, അതുമല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഫ്രാക്ഷൻ അതേ മതി. ദാറ്റ്സ് എനഫ് ഫോർ സെപ്പറേറ്റിംഗ് DNA ഫ്രം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സിംഗിൾ സെല്ലാണ് ആവശ്യമേ ഉള്ളൂ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന്. ഇറ്റ് ഇൻവോൾവ് എന്ത് ടെക്നിക്കാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്? ഐഡൻറ്റിഫൈങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻ DNA. റെപ്പറ്റേറ്റീവ് DNA ആണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് റെപ്പറ്റേറ്റീവ് DNAയിലെ സ്മോൾ ടച്ച് ഓഫ് DNA റിപ്പീറ്റ് ചെയ്യുന്നത് സാറ്റലൈറ്റ് DNA അല്ലേ, അത് റിപ്പീറ്റ് ചെയ്യണം മെനി ടൈംസ്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് അലക് ജെഫ്രി യൂസ് ചെയ്തത്. റെപ്പറ്റേറ്റീവ് സീക്വൻസാണ് അലക് ജെഫ്രി ഈ ടെക്നിക്കിൽ യൂസ് ചെയ്തത്. ഈ യൂസ്ഡ് സാറ്റലൈറ്റ് DNA ആസ് ദ ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് that show very high degree of polymorphism. It was called variable number of tandem repeats, VNTR. അപ്പോൾ അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. VNTR തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അതായത് റെപ്പറ്റേറ്റീവ് സെക്വൻസ് അല്ലെങ്കിൽ DNA തന്നെ മെനി സീക്വൻസസ് റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് സാറ്റലൈറ്റ് DNA. ആ റിപ്പീറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ആ റെപ്പറ്റേറ്റീവ് DNA റിപ്പീറ്റ് ചെയ്യണത് ഒരു വ്യക്തിയിൽ മാത്രമേ ഉള്ളൂ. അത് രണ്ട് വ്യക്തികൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. രണ്ട് വ്യക്തികളുടെ സാറ്റലൈറ്റ് DNA എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ആ ടെക്നിക്കാണ് അലക് ജെഫ്രി DNA ഫിംഗർ പ്രിൻറ്റിൽ യൂസ് ചെയ്തത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് DNA. ഏതിൽ നിന്ന്? ഒരു സെല്ലിൽ നിന്നാവാം, ഒരു ഫ്രം എ സിംഗിൾ സെൽ, ദ ബ്ലഡ് ആവാം, ഹെയർ ആവാം, സെമൻ ആവാം, ഏതിൽ നിന്നാണെങ്കിലും ഐസൊലേറ്റ് ചെയ്യുക DNA. പിന്നെ ആ ഐസൊലേറ്റ് ചെയ്ത DNA നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു, മുറിക്കുന്നു. ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് ഓരോരോ ചെറിയ പാർട്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഇലക്ട്രോഫോറസിന് വിധേയമാക്കുക. ജെൽ ഇലക്ട്രോഫോറസിന് വിധേയമാക്കുകയാണ്. ഇപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിന് വിധേയമാക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്യും. DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് ഓരോരോ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുക അല്ലേ, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും DNA ഫ്രാഗ്മെൻറ്റ്സിന്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ ട്രാൻസ്ഫറിങ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെമ്പറൈൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് DNA ഫ്രാഗ്മെൻറ്റ്സ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ, ആ ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കും. സിംഗിൾ സ്റ്റാൻഡേർഡ് ഒരേ ടൈമിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫ്രാഗ്മെൻറ്റ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കുകയും ഈ സിംഗിൾ സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലോട്ടിംഗ് പേപ്പറിലോട്ട്, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിനാണ്, അതിലോട്ട് ബ്ലോട്ട് വയ്ക്കുക. ഈ ബ്ലോട്ട് ചെയ്തതിന് ശേഷം ഓരോ നൈലോൺ സിന്തറ്റിക് മെമ്പറിനിലും ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അല്ല അതിൻ്റെ കോപ്പി പറ്റി പിടിച്ചിരിക്കുക. അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലേബിൾഡ് VNTR പ്രോബ്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇതേപോലത്തെ തന്നെ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഉള്ള ആർട്ടിഫിഷ്യലായിട്ടൊരു DNA പ്രോബ് ഉണ്ടാക്കും. ആർട്ടിഫിഷ്യലായിട്ട് അതുമായിട്ട് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ DNA അതായത് ഒറിജിനൽ DNAയും ആർട്ടിഫിഷ്യൽ DNAയും കൂടെയുള്ള ഒരു ഹൈബ്രിഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വാസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബിൾഡ് VNTR പ്രോബ് എന്ന്. അപ്പോൾ ഹൈബ്രിഡ് DNA ഇപ്പോൾ കിട്ടി, നമ്മളതിനെ ഹൈബ്രിഡൈസ് ചെയ്തു.
അതിന് ലേബിൾ ചെയ്യും VNTR പ്രോബ് എന്നാണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത്. ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് by after hybridization with the VNTR probe, the autoradiogram gives many bands of different sizes. നമ്മൾ ഇതിന് ശേഷം ഈ ഹൈബ്രിഡിനെ നമ്മൾ വാഷ് ചെയ്തു എക്സ്റേ ഫിലിം, അതായത് ഒരു എക്സ്റേ ഫിലിം എടുക്കണ പോലെ തന്നെ അതിന് ഓട്ടോ റേഡിയോഗ്രാം, അപ്പോഴാണ് നമുക്കൊരു എക്സ്റേ ഫിലിം അതിന് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫിലിം പോലെ നമുക്കത് കിട്ടും. ആ ഫിലിമിനുള്ളിൽ ഡാർക്ക് ബാൻഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഈ പ്രോബ് നമ്മൾ ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്ത് ഡാർക്ക് ബാൻഡ്സ് തെളിഞ്ഞിരിക്കും. These bands give a characteristic pattern for an individual DNA to differ from individual to individual. ആ എക്സ്റേ നോക്കുമ്പോൾ അവിടെ പ്രത്യേകം തെളിഞ്ഞൊരു ചില പർട്ടിക്കുലർ റീജിയണിൽ ഡാർക്ക് ബാൻഡ്സ് തെളിഞ്ഞിരിക്കും. ആ ഡാർക്ക് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. അത് സാറ്റലൈറ്റ് DNA ആണ്, അത് ഒന്നിൽ നിന്ന് ഒന്നിൽ വ്യത്യസ്തമായിരിക്കും. അപ്പം ക്രൈമിന് വിധേയമായ ഇപ്പോൾ ഏതെങ്കിലും ക്രൈം റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി, അതിൽ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ സെല്ലും നമ്മൾ സംശയിക്കുന്ന വ്യക്തികളുടെയും രണ്ടുപേരുടെയും DNA കമ്പയർ ചെയ്യുമ്പോൾ അത് ഈ ബാൻഡ്സ് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഈ ബാൻഡ്സ് രണ്ടും ഈക്വൽ ആണെങ്കിൽ സെയിം ആണ്. അതേസമയം ബാൻഡ്സ് രണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ആ വ്യക്തിയല്ല. അപ്പോൾ അതിലാണ് ഈ സാറ്റലൈറ്റ് DNA ആണ് ഇതിൻ്റെ ടെക്നിക്ക്. അത് റിപ്പീറ്റ് ചെയ്യുന്ന ബാൻഡ്സ് ഒരേപോലെയാണ് വരുന്നത്, രണ്ട് വ്യക്തികൾ ഡിഫറെൻ്റ് ആയിട്ട് വരും. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ്? ടെസ്റ്റ് ഓഫ് പെറ്റേണിറ്റി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫാദർ ആരാണെന്ന് തിരിച്ചറിയില്ലെങ്കിൽ നമുക്ക് സംശയമുള്ള വ്യക്തികളെ DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഐഡൻറ്റിഫൈ ക്രിമിനൽസ്, പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി ഡിറ്റർമിനേഷൻ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഒക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.